ഹായ്, ഞാൻ ബിനോയ് കുര്യൻ. കുവൈറ്റ് മംഗഫിലുണ്ട്. ക്ഷേമത്തോടിരിക്കുന്നു. 275 യാത്രക്കാരുള്ള ഒരു കപ്പൽ. അതിലൊരു മനുഷ്യൻ റോമൻ കൈസറുടെ വിചാരണ തടവുകാരനായി റോമൻ പട്ടാളക്കാരുടെ അകമ്പടിയിൽ റോമിലേക്കുള്ള യാത്രയിൽ ആ കപ്പലിലുണ്ട്. ആ കപ്പലിൻ്റെ ഉടമയുണ്ട്, ആ കപ്പൽ നയിക്കുന്ന കപ്പിത്താനുണ്ട്, അതിൽ യാത്രക്കാരുണ്ട്. എല്ലാവരും ഉൾപ്പെടെ 275 യാത്രക്കാരുണ്ട്. പക്ഷേ ഈ കയ്യിൽ ചങ്ങലയുള്ള ഈ സാധാരണക്കാരനായ ഈ മനുഷ്യൻ വലിയ പൊക്കമില്ല, സംസാരത്തിൽ വലിയ വാക്ചാതുര്യം ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഈ യാത്ര ദുർഘടമാണ്, നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പോകരുത്. അപ്പോൾ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ ഒരു പായ്ക്കപ്പൽ ഓടിക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് എന്ന് കപ്പലുടമയ്ക്കും കപ്പിത്താനും ഒക്കെ തോന്നി. അവർ അന്നേരത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ മനുഷ്യൻ്റെ വാക്കുകൾ അവഗണിച്ച് ഒരു യാത്ര തുടർന്നു. ക്രേത്ത എന്ന ദ്വീപിൻ്റെ മറപറ്റി കപ്പൽ കുറച്ചു ദൂരം ഓടി. പക്ഷെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഈസ്റ്റേൺ വിൻഡ്, ഒരു ഭയങ്കരമായ ഒരു കാറ്റടിച്ചു. അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. പിന്നെ അങ്ങോട്ടുള്ള 10-14 ദിവസങ്ങൾ ദുർഘടങ്ങളായിരുന്നു. കപ്പലിൻ്റെ അകത്തുള്ള അവരുടെ ചരക്കുകൾ, അവരുടെ വാണിജ്യ വ്യാപാര വസ്തുക്കളെല്ലാം ഓരോന്നോരോന്നായിട്ട് കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതിന് എടുത്ത് വെള്ളത്തിലേക്ക് എറിയുകയാണ്. കപ്പലിൻ്റെ ആയുധങ്ങൾ അവർ പുറത്ത് കളഞ്ഞു. കപ്പൽ പലകകൾ ഇളകി, പായകൾ കീറി. 14 ദിവസമായിട്ട് അവർ സൂര്യനെ കണ്ടിട്ടില്ല. ഇരുട്ടാണ്. രാത്രി എന്ന് പറഞ്ഞാൽ ചന്ദ്രനും കാണാനില്ല. ഭക്ഷണം കയ്യിലുണ്ട്, കഴിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയല്ല. അടുത്തൊരു തീരത്തെത്തുമോ, അടുത്തൊരു പ്രഭാതം, ഒരു പൊൻപുലരി സമാധാനത്തോടെ കാണാൻ പറ്റുമോ എന്ന് അവർക്കുറപ്പില്ല. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. ജീവിക്കും, രക്ഷപ്പെടും എന്നുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പക്ഷേ ആ തടവുകാരനുണ്ടല്ലോ, കയ്യിൽ ചങ്ങലയുള്ള ആ മനുഷ്യനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹം വളരെ ശാന്തമായി തൻ്റെ വാക്കുകൾ അവഗണിച്ച് യാത്ര ചെയ്ത ഈ കപ്പലിൻ്റെ ഒരു കോണിലിരുന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ആ മനുഷ്യൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടേണ്ട, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. നിൻ്റെ യാത്രയെ, നിൻ്റെ ഡെസ്റ്റിനി ഏതാണോ, നീ അവിടെ എത്തും. നീ മാത്രമല്ല, നിൻ്റെ വാക്ക് കേൾക്കാതെ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും ഒന്നുപോലും നഷ്ടപ്പെടാതെ അവിടെ എത്തും. ഈ മനുഷ്യൻ ഈ ദൂതൻ്റെ വാക്ക് കേട്ട് ചാടി എണീക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. ആ ദൂതൻ എന്നോട് പറഞ്ഞു, നീ കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന്. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ മനുഷ്യൻ അങ്ങ് ചാർജായി. ഈ മനുഷ്യൻ ഡിക്ലെയർ ചെയ്തു. കുറച്ച് ധൈര്യം വേണമല്ലേ? സൂര്യനില്ല, ചന്ദ്രനില്ല, ഏത് കടലിൻ്റെ ഏത് ദിക്കിലാണെന്നറിയില്ല. എല്ലാം നഷ്ടപ്പെട്ടു, തകർന്നു, പരാജയപ്പെട്ടു, മരണം മാത്രം മുമ്പിൽ കണ്ടു നിൽക്കുന്നവനോട് ഒരു മനുഷ്യൻ പറയുകയാണ്, ദൈവം എന്നോട് സംസാരിച്ചു, നമുക്കാർക്കും ഒരാപത്തും വരില്ല. അതാണ് പ്രാർത്ഥന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേരാണ് പൗലോസ്, അപ്പോസ്തലനായ പൗലോസ്. ഓ വണ്ടർഫുൾ. ആ കപ്പലിൻ്റെ പലകകൾ, അടിപ്പലകകൾ ഇളകി, ആ കപ്പൽ തകർന്നുപോയി. അതിലൊന്നുപോലും മരണപ്പെട്ടു പോകാതെ അവർ മുഴുവൻ പേരും മെലീത്ത എന്ന ദ്വീപിലെത്തി. അവിടെയും അത്ര നല്ല അന്തരീക്ഷമായിരുന്നില്ല. പക്ഷെ ദൈവം അവിടെ മാനിച്ചു. അവരെ ഏറ്റവും നല്ല രീതിയിൽ റോമയിലെത്തി എന്നാണ് ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിലെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ, ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള ദൂതുകളുണ്ടെങ്കിൽ
ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കുക. നീ തകർന്നു പോകും, നീ മരിച്ചു പോകും എന്ന് ലോകം നിന്നെ നോക്കി പറയും, മെഡിക്കൽ നിങ്ങളെ നോക്കി പറയും, സാഹചര്യങ്ങൾ നിങ്ങളെ നോക്കി പറയും. ഇല്ലില്ല, ദൈവം പറഞ്ഞത് മാത്രമേ സംഭവിക്കൂ. അങ്ങനെ തന്നെ വിശ്വസിക്കാം. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, പക്ഷെ നമുക്ക് വിശ്വസിക്കാം. എന്നോട് അരുളി ചെയ്തൊരു ദൈവമുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞത് സംഭവിക്കും. യേശുവിൽ സകലതും സാധ്യം. യേശുവിന് കഴിയാത്തതൊന്നുമില്ല. അസാധ്യതകൾ വഴിമാറട്ടെ, സാധ്യതകൾ തുറന്നു വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടഞ്ഞു നിൽക്കുന്ന വാതിലുകൾ തുറന്നു വരട്ടെ. യെസ്, തുറന്നു കഴിഞ്ഞു കർത്താവ്. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ തകർന്നിരിക്കുകയാണോ? ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ? വേദനിച്ചിരിക്കുകയാണോ? ഇരുട്ടിലാണോ? നോ. അതിനൊരു ലിമിറ്റഡ് പീരീഡുണ്ട്, അല്പകാലത്തേക്ക് മാത്രം. അതിനുശേഷം ഇത് പുറത്തു വരും. പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് ജയാളിയായി പുറത്തു വരും. സർവശക്തനായ കർത്താവ് ക്രിസ്തുവേശു അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഹല്ലേലൂയ.